നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ലാത്തൊരടുപ്പം നിങ്ങളുടെ മോളോട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്തോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും. രാധികയും നിങ്ങളെയൊക്കെ കാണാൻ. അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഇവള് മുഴുവൻ നേരവും ഇപ്പോ മാഡത്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തിരുമേനി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് അങ്ങ് സമ്മതിച്ചു തരണം. എന്താണാവോ? നാളെ എനിക്കിവിടെ സ്റ്റുഡിയോയില് ഒരു ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ കുറെ നേരം അവിടെ ഉണ്ടാവും. ഒരു കൂട്ടിനായിട്ട് രാധികയെ എന്നോടൊപ്പം ഒന്ന് അയക്കാമോ? പിന്നെന്താ? എന്താ മോളെ, പോവാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിഷ്ടാ. എങ്കിൽ നാളെ രാവിലെ 8 മണിയാവുമ്പോ ഞാൻ ഇങ്ങോട്ട് വണ്ടി അയക്കാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ഈ പറഞ്ഞ സ്റ്റുഡിയോയുടെ അടുത്തല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നാളെ അവിടെ വരുമ്പോ രാധികയ്ക്ക് ഞാനൊരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? തിരിച്ചു വന്നിട്ട് അതെന്താണെന്ന് രാധിക പറയും. അതുവരെ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ചായ എടുക്കാം, കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഈ നേരത്ത് ചായ പതിവില്ല. എന്നാ നമുക്ക് നാളെ കാണാം. ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് നാളെ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ്. ശരി, എന്നാ ബൈ. ശരി. എന്ത് സ്നേഹമുള്ള സ്ത്രീയാ. ഏറ്റവും വലിയ ശത്രുക്കളാ ഏറ്റവും വലിയ സ്നേഹം കാണിച്ച് നമ്മുടെ മുന്നിലേക്ക് വരിക. വലിയ വലിയ നടികൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, കൂട്ടിരിക്കാൻ വിളിക്കുന്നു. ഇനിയിപ്പൊ ഇവളുടെ അഹങ്കാരം കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവര് പോയാലേ ഈ നാട്ടില് വേറെ സിനിമക്കാര് വരും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പുറകെ പോയാലേ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ? മോളതൊന്നും കാര്യാക്കണ്ട. അവര് നല്ല മനസ്സോടെയാ വിളിച്ചത്, അതുകൊണ്ട് പോകണം. സത്യസന്ധമായി നമ്മളെ തിരിച്ചറിയുന്നവരുടെ സ്നേഹമാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.